ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വെള്ളം 2 ഗ്ലാസ് കുടിച്ച ശേഷം പിന്നെ സ്ട്രോങ്ങിൽ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ. നല്ല മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്ട്രോങ്ങിൽ ഒരു ചായ രാവിലെ കുടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കടലക്കറി അതുപോലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കടലൊക്കെ വരികയാണെങ്കിൽ നിങ്ങളും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടില്ല, അതുപോലെ ഞങ്ങൾ മസാല ആക്കിയിട്ടാണ് കഴിക്കാറാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ അങ്ങനെ ഇത് മസാല ആക്കാനായിട്ട് ഞങ്ങൾ കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിലോട്ട് വലിയ ജീരകം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് കറി എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സവാള എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വല്ലാണ്ട് മധുരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 പുളി സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്നൊരു ബ്രൗൺ കളർ ഏകദേശം ആകുമ്പോൾ നമുക്ക് അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് ഈ ഒരു കറി ഉണ്ടാക്കുക. പിന്നെ അതുമല്ല നമ്മളെ വീട്ടമ്മമാരെ എല്ലാവരും രാവിലത്തെ ഒരു കൺഫ്യൂഷൻ എന്തുണ്ടാക്കും രാവിലെ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഞാൻ ചിലരൊക്കെ പറയും പിന്നെ തലേന്ന് തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചാൽ രാവിലെ സിമ്പിളാണ്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാൽ രാവിലെ തന്നെ ഫ്രഷോട് കൂടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് അതുപോലെ എല്ലാം ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കാറ്. കുറച്ച് നേരം വൈകിയാലും വേണ്ടില്ല വെച്ചിട്ടൊക്കെ ഫ്രഷോട് കൂടായിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കും. എനിക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഉപയോഗിക്കുക അങ്ങനെ അധികം ഞാൻ മാക്സിമം ഫ്രിഡ്ജിൽ വെക്കാതെ ഉപയോഗിക്കാനാണ് കേട്ടോ നോക്കാറ്. എളുപ്പമാവും നമുക്ക് രാവിലത്തെ ജോലികൾക്കൊക്കെ വളരെ എളുപ്പമുള്ളൊരു പൊടിക്കൈ തന്നെയാണ് അത്. പക്ഷേ എനിക്കെന്തോ അതിനോടൊരു ഇത് തോന്നുന്നില്ല കേട്ടോ. രാവിലെ അങ്ങനെ ഫ്രഷായിട്ടുണ്ട് അങ്ങനെ ഇതാക്കും കേട്ടോ. അതിന് കുറച്ച് ലൈറ്റ് ആയാലും. അപ്പോൾ ഇനി ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ദോശ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളില്ലാത്തത് കാരണം തന്നെ മക്കൾ കുറച്ച് നേരം വൈകിട്ടേ നീക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവർ നീക്കാറാകുമ്പോഴാണ് ഞാൻ ദോശ ചുട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ദോശ ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ നീക്കുന്നതിനനുസരിച്ച് ചുടാമല്ലോ നമുക്ക്. ഇവിടെ അധികം ഇഷ്ടം അവർക്ക് ദോശ തന്നെയാണ് കേട്ടോ. ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കുക പറഞ്ഞ് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. മറ്റേത് ഉണ്ടാക്കി വെക്കും വേണം, അവരെ കഴിപ്പിക്കും വേണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ദോശ ഭയങ്കര ഇഷ്ടം. അതിൽ ഏറ്റവും അവർക്ക് ഇഷ്ടം ചമ്മന്തിയാണ് കേട്ടോ, ചട്നി സാമ്പാറൊന്നുമല്ല. അപ്പോൾ ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് മഞ്ഞളും ക്യാരറ്റും അല്ല ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുള്ള 2-3 ഇൻഗ്രീഡിയൻസ് കൂടിയിട്ടുള്ള ഒരു അടിപൊളി എണ്ണയാണ് കേട്ടോ. ഇത് ഒരു സൈഡ് എഫക്റ്റും ഇതിലില്ല. നല്ല അടിപൊളി എണ്ണയാണ്. അപ്പോൾ ഇത് മക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കുക. നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ശരീരത്തിലും ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടിപൊളിയാണത് കേട്ടോ. കാരണം അത് ഒരു കുപ്പി തേക്കുമ്പോഴത്തേക്കും വെളുത്ത് കൊടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും 2-3-4 കുപ്പിയൊക്കെ നമ്മൾ വാങ്ങി തുടങ്ങുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിലും മുഖത്തൊക്കെ നല്ലൊരു സ്കിന്നിന് നല്ലൊരു മയവും ഗുണമൊക്കെ ഉണ്ടാവും. അതുപോലെ കറുത്ത പാടുകളൊക്കെ പോകാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. കുറേ തേക്കുമ്പോഴൊക്കെ പോകുന്നുണ്ട്. കാരണം അതിൽ ഉൾപ്പെടുന്നത് മഞ്ഞളും ക്യാരറ്റൊക്കെ ആണല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് അറിയിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വെണ്ടക്ക മുളകിടുകയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു കറിയാണിത്. നമുക്ക് എങ്ങനെയൊക്കെ പോവാനോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. പിന്നെ ഇവിടെ വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരി വെക്കുകയാണെങ്കിലും കറി വെക്കുകയാണെങ്കിലും ഒന്നും ഒരു മടുപ്പില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലോട്ട് കടുകും ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി എത്ര ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ട് കൊടുത്താലും അത് കറിക്ക് രുചി കൂട്ടുകയുള്ളൂ കേട്ടോ. വെല്ലുള്ളി തീരെ ഇട്ട് കൊടുക്കരുത്. വെല്ലുള്ളി ഇത് അത്ര ടേസ്റ്റ് പോരാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ മസാലപ്പൊടികളും ഉമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തള വരുമ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ലേശം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലേശം മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഉപ്പേരിയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ കൊച്ചു വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.